എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മുളകിട്ട് നോക്കാം. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 2 ചുള കുടംപുളിയാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് കീറിയിട്ട് 1 കപ്പ് വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണ്. ഒരു 10-15 സെക്കൻഡ് തിളച്ച് നിൽക്കണം. അതിനുശേഷം ഓഫാക്കുക. പിന്നെ 2 തക്കാളി കൂടി നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലി പൊളിച്ച് കളയാനാണ്. തക്കാളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞ് നോക്കാം. ഇനി നമ്മൾ കുറച്ച് ചെറിയുള്ളിയാണ് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി ഒരു 150 ഗ്രാമോളം. തക്കാളിയും ചെറിയുള്ളിയും ഒരു 3 പച്ചമുളകും ഒരു 2 കറിവേപ്പിലയും കൂടി നമുക്ക് മിക്സഡ് ജാറിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ഉരുളി ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടി ചേർക്കുകയാണ്. ഒരു 2 കറിവേപ്പില കൂടി ചേർക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. കാശ്മീരി അല്ല, സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു 1 ടീസ്പൂണോ മറ്റോ ചേർത്താൽ മതിയാകും. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഉള്ളി എല്ലാം കൂടി അരച്ച് വെച്ചാണ് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും അരച്ചെടുത്താണ് അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ മീൻകറി വെക്കാണ്ട് നമുക്ക് എപ്പോഴും മൺചട്ടിയാണ് നല്ലത്. പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയാണ് ഉരുളി വെക്കുന്നത്. മൺചട്ടി ഉള്ളവർ അത് തന്നെ ഉപയോഗിക്കാനാണ് നല്ലത്. മീൻകറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ജാറ് കഴിയ വെള്ളം കൂടി ലേശം ഒഴിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുള്ളൂ. പിന്നീട് ആവശ്യത്തിന് നമുക്ക് പിന്നീട് ചേർക്കാം. അരപ്പ് നന്നായിട്ട് മൂത്തുണ്ട്. അപ്പോൾ നമുക്ക് പുളിവെള്ളം കൂടി ഒഴിക്കുകയാണ്. പുളി കഷ്ണങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. അഥവാ പുളി കുറവാണെന്ന് തോന്നിയാൽ 1-2 കഷ്ണങ്ങൾ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്ത് നോക്കുമ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നന്നായിട്ട് വെട്ടിത്തിളക്കണം. അത് കഴിഞ്ഞിട്ടേ മീനിടാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. നമുക്ക് മീനിട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള അയിലയാണ് കിട്ടിയത്. അയിലാകൊണ്ട് കഷ്ണങ്ങളാക്കുന്നില്ല. അതിന് പകരം അതിന് ഓരോ വരയിട്ട് കൊടുക്കുക, വരഞ്ഞു കൊടുക്കുക. എന്നാലേ പുളിയും ഉപ്പെല്ലാം നന്നായിട്ട് പിടിച്ചോളും. നല്ല രുചി ഉണ്ടാവും മീനിന്. മീനിട്ടതിന് ശേഷം ഇളക്കരുത്. നമുക്കിതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അടുപ്പിൽ വേവിക്കാം. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. അടച്ചു വെച്ചാൽ ചിലപ്പോൾ അരപ്പ് തിളച്ച് പുറത്തേക്ക് പോകും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10-12 മിനിറ്റ് മതിയാവും അതിൽ വെന്ത് കിട്ടാനായിട്ട്. മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ചട്ടി വെച്ച് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുള്ളി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ചെറുള്ളി നന്നായിട്ട് മൂത്തുണ്ട്. നമുക്കത് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് മൂടി വെക്കണം. മൂടി വെച്ച് കുറഞ്ഞതൊരു അരമണിക്കൂറും കഴിഞ്ഞിട്ടേ വിളമ്പാൻ പാടുള്ളൂ. മീനിൽ ഉപ്പും പുളിയൊക്കെ പിടിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അതുപോലെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. A nope, definitely nope, a nope.
Nope, a nope. Probably never, ever, 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 ever.